മനുഷ്യരേക്കാൾ ബുദ്ധി ഉണ്ടാകുമെന്ന് പറയുന്ന AGI, അതായത് ആർട്ടിഫിഷ്യൽ ജനറേറ്റീവ് ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർക്ക് സക്കർബർഗിന് നല്ല താല്പര്യമുണ്ടെന്ന് അദ്ദേഹം ത്രെഡ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത് പൊതുജനങ്ങൾക്ക് ലഭ്യമാകും എന്നും അദ്ദേഹം കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഓപ്പൺ AI, ഗൂഗിൾ, മെറ്റ ഇവരൊക്കെ AI റിസർച്ചിൻ്റെ കാര്യത്തിലും AI ടെക്നോളജികളുടെ കാര്യത്തിലും വളരെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 കമ്പനീസ് തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഓരോ ചെറിയ കാര്യത്തിന് മുകളിലും AI വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതായത് AI ടെക്നോളജികൾ എത്രത്തോളം മാക്സിമം ഉപയോഗിക്കാൻ പറ്റും എന്നൊരു കാര്യത്തിൽ ഈ 3 കമ്പനീസും നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പുറകിൽ AI എന്നൊരു പേര് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 3 കമ്പനീസും ട്രൈ ചെയ്യുന്നത് ഓരോ പുതിയ ടെക്നോളജികളും അവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഒരു കമ്പനി കൊണ്ടുവന്ന ഒരു ടെക്നോളജിയിൽ നിന്ന് മറ്റൊരു കമ്പനി കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് എത്രത്തോളം മാറ്റിയെടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെ മാറണം എന്നൊക്കെ ഒരു റിസർച്ചിൻ്റെ മുകളിലാണ് ഈ 3 കമ്പനീസിലുള്ളത്. നമുക്കറിയാം, ഓപ്പൺ AIൻ്റെ CEO സാം ഓൾട്ട്മാൻ മുമ്പ് അവരുടെ AGI പദ്ധതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ ലാർജ് ലാംഗ്വേജ് മോഡലുകളൊക്കെ കൂടുതൽ ശക്തരാക്കാനുള്ള പ്ലാനുകൾ കമ്പനികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മെറ്റ, അതായത് ഈ മാർക്ക് സക്കർബർഗ് പറഞ്ഞത് AGI അവർ യാഥാർത്ഥ്യമാക്കുമെന്നാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനൊരു പ്ലാൻ, ഇത്രയും ഒരു ഹ്യൂജ് പ്ലാൻ അവർ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അവർ അത്രയ്ക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ AI റിസർച്ചിൻ്റെ മുകളിൽ നടത്തിയിട്ടുണ്ടാകണം. പിന്നെ മാത്രമല്ല, ഒരു വിഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് മനുഷ്യരിൽ ഒരു വിഭാഗം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അവർ കൂടുതലും ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പദ്ധതി, അതായത് ഇപ്പോൾ ഈ വരാൻ പോകുന്ന AGI എന്നതൊരു പദ്ധതി മനുഷ്യവംശത്തിന് ഹാനികരമാകും എന്നവർ പറയുന്നുണ്ട്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുതിയ പ്രശ്നത്തിന് മനുഷ്യർ പരിഹാരം കാണുന്നത് പോലെ തന്നെ പരിഹാരം കാണാനുള്ള കഴിവ് ഈ AGIക്ക് ഉണ്ടാകും എന്നാണ് കമ്പനി പറയുന്നത്. ഇത്തരം ഒരു ഡെവലപ്മെൻറ്റ് മറ്റൊരു കമ്പനീസും നിലവിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനൊരു ടെക്നോളജി യാഥാർത്ഥ്യമാകുമോ എന്ന് മറ്റൊരു വിഭാഗത്തിന് സംശയമുണ്ട്. അപ്പോൾ അവരോടൊക്കെ കമ്പനി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലാവ, ജെമിനി, GPT ഇതുപോലുള്ള ലാർജ് ലാംഗ്വേജ് മോഡലുകളൊക്കെ യാഥാർത്ഥ്യമായ സ്ഥിതിക്ക് AGI എന്ന പദ്ധതിയും യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻമി ഡിജിറ്റൽ അക്കാഡമി.